ഭൗതിക ലാഭത്തിനു വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകുന്ന ആധുനിക തലമുറയുടെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ ജീവൻ പോലും ബലികഴിക്കുവാൻ തയ്യാറായ രക്തസാക്ഷികളുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കട്ടെ പാതിഹൃദയം. കൊയ്ത്ത് ഗാനത്തിന്റെ ഈരടികൾ കേട്ടില്ലേ? കൊയ്ത്തിന് ഭാഗമായി വിളഞ്ഞു കിടക്കുന്ന ഒരു പാടമാണിത്. വെറും പാടമല്ല, മുന്തിരിപ്പാടം. എന്താ പറഞ്ഞേ? മുന്തിരിപ്പാടത്തിൽ എന്തായി? കൊയ്ത്ത് പാട്ടുന്നോ? വചനരംഗമല്ലേ സുഹൃത്തേ? യഹൂദ പശ്ചാത്തലത്തിലുള്ള ഈ വചനഭാഗം കേരളത്തിലെ കുട്ടനാടൻ കർഷകരുടെ ഹൃദയ തുടിപ്പുകളോട് ചേർത്ത് അവതരിപ്പിച്ചപ്പോൾ ഒരു കൊയ്ത്തുപാട്ട് കൂടി കൂട്ടിച്ചേർത്തതേ ഉള്ളൂ. അവിവേകമാണെങ്കിൽ എങ്കിൽ ഞങ്ങൾ ആരംഭിക്കട്ടെ. നീ അറിഞ്ഞോ? എന്തുവാ മനുഷ്യനെ? ഷാമ്പു കറക്കുന്ന കാര്യമാണോ? അതല്ലേ നമ്മുടെ തേങ്ങാമറ്റത്തെ ദേവസ്യാച്ചനും കൂട്ടര് അവരുടെ പറമ്പും പുരാടെ വിട്ടിട്ട് അപ്പസ്തോലന്മാരുടെ കാലത്ത് കാഴ്ച വെച്ചെന്ന്. ദൈവമേ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? അതേടി, നിന്റെ കെട്ടിയാൻ സത്യം മാത്രമല്ലേ പറയൂ. അതാ എനിക്കത്ര വിശ്വാസം പോരാ. എന്തുവാ വിശ്വാസം? അതല്ലേടിയല്ല. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നമുക്കുമില്ലേടി ഒരു വയല്, കൊയ്യാറായ ഒരു വയല്. അതിന് നമുക്കതങ്ങ് വിൽക്കാം. കർത്താവേ, നിന്റെ ആപ്പ് തുറക്കില്ലെന്നാ പട്ടു പിടിച്ചോ? ദേ മനുഷ്യരെ, സൈറ്റും മുമ്പ് വരട്ടെ. രണ്ട് പെണ്ണുങ്ങളാ വളർന്നു വരുന്നേ. അത് മറക്കണ്ട. അവരെ കെട്ടിച്ചു കൊടുക്കുമ്പോ സ്ത്രീധനം കൊടുക്കാൻ ഇവിടെ എന്തുണ്ടായിട്ടാ? നാട്ടുകാരെന്തെങ്കിലും മണ്ടത്തരം കാട്ടിയെന്ന് വെച്ച് നിങ്ങൾ ഇത് എന്ത് പുറപ്പാട്? പുറപ്പാടല്ലടി, ഉൽപ്പത്തി. നമ്മൾ ഈ നാട്ടിൽ അറിയപ്പെട്ടവരാകാൻ പോകുന്നതിന്റെ ഉൽപ്പത്തി. ഈ നാട്ടിലെ പ്രമാണിമാരെല്ലാം അവരുടെ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരെ കാഴ്ചവെച്ചു. നമ്മളത് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ നമുക്കുള്ള സൽപ്പേര്, പ്രശസ്തി എല്ലാം നഷ്ടമാകില്ലടി. പോരാത്തതിന് വനിതാ വാർഡിലെ എന്റെ സ്ഥാനാർത്ഥി സ്ഥാനത്തിനും അതൊരു മുതൽക്കൂട്ടാകും. പക്ഷേ സ്ത്രീധനമില്ലാതെ പെൺമക്കളെ കെട്ടിച്ചയച്ചാൽ അമ്മായിമാർ അവർക്ക് സ്വയം കൊടുക്കുമോ?
ബാക്കി പകുതി മക്കൾക്ക് വേണ്ടി ബാങ്കിലിട്ടു. എന്റെ മാവും പൂക്കുമണി. മനുഷ്യന്മാരല്ലേ അത്ഭുത പ്രവർത്തകർ. വണ്ടിച്ചെങ്കിൽ കള്ളപ്പണവും നൽകി മനുഷ്യന്മാരെ പറ്റിക്കുന്ന ലോകമാ. കളിച്ച് കളിച്ച് ബന്ധുക്കളും നാട്ടാരും പറഞ്ഞ നിങ്ങൾ തോർന്നിട്ട് നടക്കേണ്ടി വരും. എത്രയെന്ന് ആരറിയാനാ? ഭാവിയെടുത്ത് ആഘോഷമായിട്ട് കൊടുക്കാം. ഈ തുകയ്ക്ക് തന്നെയാണോ വിറ്റതെന്ന് അപ്പസ്തോലൻ ചോദിച്ചാലോ? പറയാ സ്നേഹിതരെ, വിശ്വസിച്ച് ഒരു സമൂഹമായവരാണ് നാം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ തന്നെ അവിടുത്തേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പിതാവും നാം അവിടുത്തേക്ക് മക്കളുമായി തീരും. നമ്മുടെ ഉടമ്പടി മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയവും നിക്ഷേപവും അവരിലല്ലെങ്കിൽ നാം ആത്മവഞ്ചകരായിത്തീരും. അനനിയ, ഈ തുകയ്ക്ക് തന്നെയാണോ നീ വയവെച്ചത്? അതെ, ഈ തുകയ്ക്ക് തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിലൊരു തോന്നൽ, എല്ലാം വിറ്റ് വിശ്വാസികളുടെ സമൂഹത്തിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും പറഞ്ഞു. നല്ല കാര്യം ചെയ്യാൻ ഒട്ടും വൈകണ്ടായിരുന്നു. അനനിയ, പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച് വിറ്റ തുകയിൽ പാതി മാറ്റിവെക്കാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ന്. നീ തെറ്റ് ചെയ്തത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. വിശ്വാസ ജീവിതം തീരെയില്ല. വചനം അനുസരിച്ച് ജീവിക്കുവാനോ ചിന്തിക്കുക കൂടി വയ്യ. വിവാഹം എന്ന കൂദാശയിൽ
പരസ്പര സ്നേഹത്തിന്റെ ഉടമ്പടി ചെയ്തിട്ട് ദാമ്പത്യ അവിശ്വസ്തതയിൽ ജീവിക്കുന്നവൻ. വിശ്വാസിയാണെന്നാണ് പറച്ചിൽ. അതിനിടയിൽ പണം നൽകിയോ പൊളിവാക്കുകൾ പറഞ്ഞോ സഭാവിരുദ്ധ ഗ്രൂപ്പുകാർ വന്നാൽ തൊട്ടടുത്ത ആഴ്ച അവരുടെ കൂട്ടത്തിൽ ഇവൻ ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷേ ഇപ്പോൾ പെന്തക്കോസ്തിലാ. കാരണം മറ്റൊന്നുമല്ല, പള്ളിവക സ്കൂളിൽ പൊന്നുമോൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പള്ളിയിലൊക്കെ സ്ഥിരം വരും. പല പല സംഘടനകളിലുണ്ട്. രഹസ്യ ജീവിതത്തെക്കുറിച്ചൊന്നും ചോദിച്ചേക്കരുതേ. പറഞ്ഞേക്കാം. ലോകസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് തന്നെ സമർപ്പിച്ചിട്ടും ലൗകിക മോഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവൻ. ഇവനാണ് പ്രതിരൂപങ്ങളോ നിഴലുകളോ ആയിട്ടുള്ളവർ എത്രയോ പേർ നമുക്കിടയിലുമുണ്ട്. ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കാത്തവരല്ലേ നമ്മിൽ ഏറെയും. വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയം? രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയം? എന്തിന് ഭാര്യ ഭർത്താക്കന്മാർ പങ്കാളികൾക്ക് സമർപ്പിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയം? മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും സമർപ്പിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയം? കൂട്ടരെ, പാതി ഹൃദയമല്ല പൂർണ്ണ ഹൃദയവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുന്നവരാകാം. വരും തലമുറയ്ക്ക് കൈമാറേണ്ട ദീപമാകട്ടെ ഉൾക്കാഴ്ച. നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം.